ബാങ്കിങ് അവയർനെസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ BSBDA ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് അതിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. ആക്ച്വലി ഈ സ്കീം 2015 പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി നമ്മുടെ ചെങ്കോട്ട സ്പീച്ച് ഇൻഡിപെൻഡൻസ് സ്പീച്ചിൽ അന്ന് അവർ പറഞ്ഞാണ് PMJDY പ്രധാനമന്ത്രി ജൻ ധൻ യോജന എന്നുവെച്ചാൽ ബാങ്ക് അക്കൗണ്ട്സ് മാക്സിമം ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടി. ഇപ്പോൾ എല്ലാവർക്കും അക്കൗണ്ട് ഉണ്ട്, എന്നാൽ പോലും റിമോട്ട് ഏരിയയിലേക്ക് ഒരുപാട് പേര് ഇനിയും ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായി ചേരാനുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമാണ് PMJDY 2015. അപ്പോൾ അതിൻ്റെ ബേസിലുള്ള ബാങ്കിൽ തുടങ്ങുന്ന അക്കൗണ്ടാണ് BSBDA. അപ്പോൾ അതിന് കുറേ കണ്ടീഷൻസ് ഉണ്ട്. സീറോ ബാലൻസിലാകെ അത് തുടങ്ങാൻ പറ്റും. ഇത് വേറെ ഒന്നും വേണ്ട, അത് തുടങ്ങാൻ പറ്റും. സീറോ ബാലൻസ് മതി, നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡും അങ്ങനത്തെ മിനിമം കാര്യങ്ങളും മതി. അതിന് കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഇതിനകത്ത് കുറേ കണ്ടീഷൻസ് വരും. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഒരെണ്ണം അങ്ങനെ ഒരു 4 കണ്ടീഷൻ ഉണ്ട്. അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മാക്സിമം ക്രെഡിറ്റ് ഇൻ എ ഇയർ, ഒരു വർഷം ഇതിനകത്ത് നിങ്ങൾക്ക് പരമാവധി 1 lakh മാത്രമേ നിക്ഷേപിക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് അങ്ങനെ 12 മാസം കൊണ്ട് ഈ അക്കൗണ്ടിൽ 1,00,000 രൂപയെ ആവാം. അല്ല ഒരുപാട് പൈസയൊന്നും കൊണ്ട് ഇടാൻ പാടില്ല. അതിനും കണ്ടീഷൻസ് ഉണ്ട്. വീണ്ടും കണ്ടീഷനുണ്ട്. സെക്കൻഡ് കണ്ടീഷൻ, നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിങ് മാക്സിമം ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ടിൽ എപ്പോഴും ₹50,000 കാണാൻ പാടുള്ളൂ. അത്രേ വരാവും. പിന്നെ നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് വേണം ബാക്കി പൈസ ഇടാൻ. അത് അക്കൗണ്ട് ഒരിക്കലും ഔട്ട്സ്റ്റാൻഡിങ് വെച്ചാൽ അക്കൗണ്ടിലുള്ള തുക, ഇപ്പോഴത്തെ തുക അത് എത്രയേ വരാൻ പാടുള്ളൂ? 50,000. പിന്നെ നമുക്ക് അതിൽ നിന്ന് എടുത്തതിന് ശേഷം മാത്രമേ എടുക്കാനും കണ്ടീഷനുണ്ട്. അതാണ് പ്രശ്നമല്ല, അതാണ് അതിൻ്റെ അട്രാക്ഷൻ. അതിൻ്റെ കണ്ടീഷൻ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. മാക്സിമം വിഡ്രോവൽ പെർ മന്ത്, ഒരു മാസം ₹10,000 മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കണ്ടീഷനുണ്ട്. അപ്പോൾ അടുത്ത 10 എടുക്കണമെങ്കിൽ നെക്സ്റ്റ് മാസം ആവണം. അങ്ങനെ കുറേ കണ്ടീഷൻസ് ഇതിനകത്തുണ്ട്. എന്നുവെച്ചാൽ അതൊരു ഓർഡിനറി പീപ്പിളിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സ്കീമാണ്. പിന്നെ വീണ്ടും വരുന്നത് വേറെ ഇതിന് ഇൻഷുറൻസ് ഉണ്ട്. അപ് ടു 2 lakhs നമുക്ക് ഇൻഷുറൻസ് എമൗണ്ട് ഇതിനകത്ത് കിട്ടും. പിന്നെ വേറൊരു പ്രത്യേകത, ₹10,000 ഇതിൽ നിന്ന് ലോണായിട്ടാണ് വരിക. ലോണുണ്ട്. ₹10,000 ഈ അക്കൗണ്ടിൽ നിന്ന് ലോൺ കൊടുക്കും. എന്ന് പറഞ്ഞപ്പോൾ നാളെ BSBD അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നാളെ പോയിട്ട് പറയുന്നു, മാനേജർ അക്കൗണ്ട് പറയുന്നു, സാർ മറ്റേ ലോൺ ഫെസിലിറ്റി ഉണ്ടല്ലോ, ഇപ്പോൾ 10,000 തരാം. അത് അങ്ങനെ തരത്തില്ല. അത് ആഫ്റ്റർ 6 months സക്സസ്ഫുൾ ഓപ്പറേഷൻ അവർ നോക്കും, നിങ്ങൾ അതിനകത്ത് ഇതൊക്കെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ, ഈ പൈസ എടുക്കുന്നുണ്ടോ. അല്ല 6 മാസം ഒന്നും ഒരു ട്രാൻസാക്ഷനും ഇല്ലെങ്കിൽ ഈ സ്കീം കിട്ടില്ല. ഇപ്പോൾ 10,000 നമുക്കൊരു എമൗണ്ട് അല്ലായിരിക്കാം, പക്ഷേ സാധാരണ ഒരാളിന് അതൊരു എമൗണ്ടാണ്. അപ്പോൾ എന്താണ് ആ കണ്ടീഷൻസ് ഉള്ളത്? ഒന്ന്, മാക്സിമം ക്രെഡിറ്റ് ഇൻ എ ഇയർ 1 lakh ആണ്. കണ്ടീഷൻ നമ്പർ 2 എന്താണ്? മാക്സിമം വിഡ്രോവൽ പെർ മന്ത് എത്രയേ ഉള്ളൂ? 10,000 അങ്ങനെ എടുക്കാൻ പാടുള്ളൂ. പിന്നെ വേറെ എന്താണ്? മാക്സിമം ഔട്ട്സ്റ്റാൻഡിങ്, ആ അക്കൗണ്ടിൽ എപ്പോഴും ഔട്ട്സ്റ്റാൻഡിങ് എത്ര വരാൻ പാടുള്ളൂ? 50,000. ഇൻഷുറൻസ് എമൗണ്ട് എത്രയാണ്? അപ് ടു 2 lakhs, 2 ലക്ഷം വരെ വരും. പിന്നെ എത്ര ലോൺ കിട്ടും? ലോൺ എമൗണ്ട്, മാക്സിമം ലോൺ എമൗണ്ട് പെർമിസിബിൾ ₹10,000. ഇതാണ് BSBDA അക്കൗണ്ടിനെ പറ്റിയുള്ള ഒരു ഏകദേശ രൂപം. ഓക്കെ, താങ്ക് യു.